ഹലോ ഗൈസ്, ഇവിടെ അഞ്ചാമത്തെ നോമ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ്രയിച്ച് കഴിഞ്ഞ് കുറച്ച് ഉറങ്ങിപ്പോയി, കുറച്ച് നല്ലോണം ഉറങ്ങിപ്പോയി. സമീപം നോക്കുമ്പോൾ 6:20. ഫലാവി എന്താ ഹായ് 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 പറ ഹായ് പറഞ്ഞട്ടെ ഫലാവി. ഓളേതോ ലോകത്തിലാട്ടോ, എന്തോ കറക്റ്റ് കിട്ടായിട്ട് കറക്റ്റ് പോയി. അപ്പോ എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ല, എന്നാണ് സൗണ്ട് കേട്ടെ? നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കാം. ഇന്ന് അടിപൊളി ദോശയാണ് കേട്ടോ. ദോശയും കടലയും. കടലല്ലേ വൈകുന്നേരം ബോണ്ടാക്കിയ ബാക്കിയുണ്ടായിന്, അതുകൊണ്ട് കേട്ടോ. വീണ്ടും ഉസ്താദ് നല്ല അടിപൊളി കറിയാണ് കേട്ടെ. കടലക്കറിയാണേ, അത് ഇതാക്കുപ്പി. നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ. എന്താ പൊന്നോ പറയണ്ട. ഇവള് ഭയങ്കര കരച്ചിലേട്ടാ. വേറൊരു സാധനം കൂടി ഉണ്ടേ, ചിക്കൻ ഫ്രൈ. ഫലാവി കടിച്ചത്. അടുത്ത നല്ല ദോശ, കടലക്കറി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ. ഇന്നത് പൊളിക്കൂട്ടോ. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏയ് ഹലോ, എക്സ്ക്യൂസ് മീ, ഹലോ, ഏയ് ഏയ്. ഇന്നത്തെ മുഫീദാന്റെ സ്പെഷ്യൽ ജ്യൂസ്, ടെൻഡർ കോക്കനട്ട് ജ്യൂസ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. കുറച്ച് ഉറങ്ങിപ്പോയാലെന്താ, സംഭവം അടിപൊളിയാണ്. ഫലാബിക്ക് കുറച്ച് ഇളനീർ ജ്യൂസ് കൊടുക്കലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒന്നും കൊടുക്കലില്ല ഇപ്പൊ, ഒന്നും അരിഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. വെറും അലമ്പായിട്ടുണ്ടാവും. ഇങ്ങനത്തെ മതി, ജ്യൂസ് ഇങ്ങനത്തെ എല്ലാം വേണ്ട കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഭക്ഷണത്തിന്റെ ഒരു ഡീറ്റെയിൽസിന്റെയും കാര്യങ്ങളൊന്നും കമന്റ് ചെയ്യട്ടോ. നമ്മൾ കൊടുത്തൊന്നും തിന്നുന്നില്ല ഇവള്. സംഭവം വിപുലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം ഉറങ്ങിപ്പോയാലോ നിങ്ങൾ, സംഭവം ഭയങ്കര കടികളെ കൊണ്ടുള്ള സംഭവം. അത് മതി, അൽഹംദുലില്ലാ. അതും ഇല്ലാണ്ട് എത്ര ആള് നോമ്പ് തുറക്കുന്നത് നോക്കി. ഒരു കടിയും ഇല്ലാണ്ട് എത്ര ആള് നോമ്പ് തുറക്കുന്നത്. അപ്പൊ അത് ഇതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമ്മള് അൽഹംദുലില്ലാ എന്ന് പറയും. എന്റെ അഭിപ്രായത്തിൽ നോമ്പ് തുറക്കാൻ വലിയ കടിയൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ഒരു ഈത്തപ്പഴം, കുറച്ച് ജ്യൂസും, ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടി, അത്ര മതി. അൽഹംദുലില്ലാ. അങ്ങനെ അതില് തൃപ്തനാണ് നമ്മളെല്ലാവരും കേട്ടോ. നമുക്ക് അങ്ങനെ ഇവിടെ നോമ്പ് തുറക്കാൻ കുറെ ടേബിളിൽ കുറെ കടി പൊരിച്ചത് ഒന്നും പോകണമെന്നില്ല കേട്ടോ. ഒന്നിലധികം കടികൾ ഉണ്ടായാൽ അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് ശുക്ർ, അത്രയേ ഉള്ളൂ. നമ്മള് ഹാപ്പിയാണ്. നമുക്കിങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇന്നത് വേണം വന്നത് വേണം എന്നുള്ളൊരു സംഭവം നമ്മളെ ഡിക്ഷണറിയിൽ ആർക്കും ഇല്ല കേട്ടോ. എന്താണ് ഉമ്മ ആക്കുന്നത് അത് നമ്മൾ കഴിക്കും. നമ്മളെ ഹാപ്പി, ഉമ്മ ഹാപ്പി, നമ്മളെ ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പി. ഇതാണ് ഇവിടെ ഇപ്പോ ഭയങ്കര കരച്ചല്. എക്സ്ക്യൂസ് മീ, ഹലോ, എന്താണ് ചെരുപ്പൊക്കെ എന്താക്കുന്നത്? ചെരുപ്പ് എന്നാ ചെരുപ്പ് എന്നാക്കുന്നേ? നോമ്പർക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇരിക്കാൻ കസാല ഇല്ല ടേബിളിന്റെ കസാല ഒന്നും ഇല്ല കേട്ടോ. അത് വേറൊന്നല്ല, സംഭവം റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാ 6 കസാല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇരുത്തം ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ ടീപ്പോയി, ഈ സോഫ. ചേട്ടാ ചേട്ടാ, ഞാൻ വിളിക്കാൻ പോന്ന. ഹലോ ഫലാബി, ഫലാബി, ഫലുമാ, ഓയ് ഇതെന്നാ എല്ലാവരും ചാടിക്കാൻ വിളിക്കുവാ. ഏയ് നോമ്പൊരു കരുതിട്ടുണ്ടേ. ഫലുമാക്ക് എന്താ വേണ്ട? ഫലുമാ, ഏയ് ഫലാബിനോട് ആരും മിണ്ടണ്ടേ. ഫലാബി ഒന്നും തിന്നിട്ടില്ല, ഒന്നും തിന്നുന്നില്ല ഈ കുട്ടി. എന്തൊരു കുട്ടിയാണ്.
ഒന്നും കഴിക്കുന്നില്ലല്ലോ. ഏയ് അപ്പൊ ഗൈസ് ഇപ്പൊ എന്റെ വീട്ടിലുള്ളത് മുപ്പിന്റെ ഒരു കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പൊ ഡെലിവറി ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഉമ്മയുണ്ട്. ഉമ്മ പറയും ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ പറയുമ്പോളെ എന്താണ് കടികളൊക്കെ എന്തൊക്കെ സ്പെഷ്യൽ? പിന്നെന്താ വത്തക്ക വള്ളി അങ്ങനെ പറയരുത്, കട്ട്ലേറ്റ് ആക്കി എന്ന് പറയുന്നത്. അതെ. പിന്നെ എല്ലാവർക്കും നോമ്പിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം, ഉമ്മാന്റെ ഒരു ഉപദേശം പറഞ്ഞോട്ടെ. നോമ്പിന്റെ ഒരു സന്ദേശം, ഉപദേശം സന്ദേശം പറയും. നിങ്ങൾക്ക് റമദാൻ മാസം കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം പറഞ്ഞല്ലോ. പറയേ പറയണി. നിങ്ങക്ക് സന്ദേശം കൊടുക്കാൻ കഴിയില്ല? റമദാൻ മാസം എല്ലാരും നോമ്പോക്കാണെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക്. പിന്നെ അപ്പൊ ഈ പിന്നെ റമദാൻ മാസം നിസ്കരിക്കുന്നവരോട് ഇങ്ങനത്തെ പറയണ്ടേ? റമദാൻ മാസം നിസ്കരിക്കുന്ന ആളോട് എന്താ പറയാനുള്ളത്? റമദാൻ മാസമല്ല എല്ലാ മാസം നിസ്കരിക്കണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഉമ്മ പറഞ്ഞ പിന്നെ എന്നോടല്ല കേട്ടാ, നിസ്കരിക്കാത്തവരാണ് അത്. ഓക്കെ. അപ്പൊ ഇന്ന് നാസ്ത കട്ട്ലേറ്റ് എടുത്തു. നമ്മളെ ഉമ്മാന്റെ കട്ട്ലേറ്റ് ആണ് ഇത്. ഓ ആ 4 നെറ്റുള്ളല്ലേ. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതമ്മ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ. അപ്പൊ ഗൈസ് നമ്മളെ ഫലാബി ഉറക്കെല്ലാം കഴിഞ്ഞ് നാസ്ത കഴിക്കലാണ്. ഇക്കുട്ടി നാസ്ത കഴിക്കല് വളരെ കുറവാണ് ഗൈസ്. അപ്പൊ ഞാൻ തറാവിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് എല്ലാം വരുമ്പോണ്ട് അവളെ ഉറക്കത്തിൽ ഇങ്ങനെ എണീച്ച് തരും. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.